കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി TV അല്ലെങ്കിൽ ഫോൺ എന്നിവയൊക്കെ കാണിച്ചു കൊടുക്കുന്ന പാരൻസ് ആണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ ശീലം എങ്ങനെയാണ് കുട്ടികളെ പിക്കി ഈറ്റേഴ്സ് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി TV, ഫോൺ മുതലായതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസിലെ ചിത്രങ്ങളും അതുപോലെ ശബ്ദങ്ങളുമാണ് ബ്രെയിൻ ആ സമയത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. അതേ സമയത്ത് തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പാസീവായ, അതായത് വളരെ യാന്ത്രികമായിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആവുകയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള സെൻസറി എൻഗേജ്മെന്റും ഉണ്ടാകുന്നില്ല. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ രുചി, മണം, ടെക്സ്ചർ, അതുപോലെ ചവയ്ക്കുക, വിഴുങ്ങുക, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ബ്രെയിനിൽ പ്രോസസ്സ് ആവുന്നില്ല. ഇതേപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ, ഈ മുന്നേ കഴിച്ചിട്ടുള്ള അതേ ഭക്ഷണ സാധനം തന്നെ ഈ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ കുട്ടികൾ കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണ സാധനം ഒരു പുതിയ ഭക്ഷണ സാധനമായിട്ടാണ് കുഞ്ഞിന്റെ ബ്രെയിൻ അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു സാധനത്തിനോട് എങ്ങനെയാണോ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ റിയാക്ഷനും അവിടെ ഉണ്ടാകും. അതായത് ഫുഡിനോടുള്ള ആങ്സൈറ്റി, അതുപോലെ അവേർഷൻ, വിരക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഭക്ഷണ സാധനത്തിനോട് അപ്പോൾ കുട്ടികൾ കാണിക്കാം. അതുകൊണ്ട് തന്നെ ഫീഡ് ദം വിത്ത് എൻഗേജ്മെന്റ്, നോട്ട് ഡിസ്ട്രാക്ഷൻ.